ഹലോ കൂട്ടുകാരെ, ഒരു സൺഡേ വ്ളോഗിലേക്ക് സ്വാഗതം. രാവിലെ പൂവെല്ലാം ഇട്ടതിന് ശേഷം ചായക്ക് ഞാൻ പുട്ടും ഗ്രീൻ ബീൻസ് കറിയാണ് ആക്കിയത്. അപ്പോൾ ചായയൊക്കെ വെച്ച് രാവിലെ കുടിച്ചു. അങ്ങനെ നെക്സ്റ്റ് ഉച്ചക്കത്തെ പരിപാടിയിലേക്ക് നോക്കാനായിട്ട് കറികളൊക്കെ വെക്കാനായിട്ടുള്ള പരിപാടി നോക്കുമ്പോഴത്തേക്കിനാണ് നമ്മുടെ സ്ഥിരം വിരുന്നുകാർ വന്നത്. നമുക്കിവിടെ 3-4 പപ്പായ ചെടി ഉണ്ടായിരുന്നു. അതിലെ ഇലയും പൂവും കായും എല്ലാം പറിച്ച് നശിപ്പിക്കുക അവരുടെ ഉദ്ദേശം. ഓക്കെ, അങ്ങനെ എനിക്ക് ഇന്നലെ കുറച്ച് ഇളമ്പക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു, കക്ക ഇറച്ചി. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ണൂർ ഭാഗത്തെല്ലാം ഇങ്ങനെയാണ്, മുഴുവനോടെയാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ ബേസിക്കലി കോട്ടയാണ്, എനിക്കൊക്കെ അവിടെ നമുക്ക് ഇറച്ചി വേർതിരിച്ച് തന്നെ കിട്ടും. ഇവിടെ പക്ഷേ അവിടെയുള്ളവരെല്ലാം ഇങ്ങനെ കിട്ടിയാൽ അവർ ഫ്രഷ് ആണെന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെയാണ് അവർ യൂസ് ചെയ്യുന്നത്. നമ്മളത് ആദ്യം പുഴുങ്ങിയെടുക്കണം. ഞാനത് വൃത്തിയായിട്ട് കഴുകി ഒരു പാത്രത്തിലേക്ക് ഇട്ട് പുഴുങ്ങിയെടുക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ചിട്ടൊന്നുമല്ല പുഴുങ്ങിയെടുക്കേണ്ടത്. അതിനെ കഴുകി വാരി അതുപോലെ വെച്ചാൽ മതി. അതിലൊരു തുള്ളി വെള്ളം ഒഴിക്കാൻ പാടില്ല. അതുപോലെ നമ്മുടെ പാത്രത്തിൻ്റെ ഒരു പകുതി ഭാഗമേ നമ്മളിട്ടിട്ടേ പുഴുങ്ങാവുള്ളൂ. അത് വീർത്ത് വരുമ്പോൾ അതിൻ്റെ തോട് രണ്ടായിട്ട് പൊളന്ന് കഴിയുമ്പോഴത്തേക്കിനും അത് നിറച്ചുണ്ടാവും. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം അത് മൂടി വെക്കുക. ഫസ്റ്റ് മൂടി വെച്ചിട്ട് വേണം നമ്മളത് പുഴുങ്ങാൻ. അന്നേരം അതിൻ്റെ വെള്ളം അതിൽ നിന്ന് തന്നെ ഇറങ്ങി വന്ന് അതെല്ലാം സ്പ്ലിറ്റായിട്ട് വരും. അങ്ങനെ ഞങ്ങളതിൻ്റെ ഇറച്ചിയെല്ലാം വേർതിരിച്ചെടുത്ത്. കുറച്ച് ടൈം വേണം ഇതിന്, എങ്കിലും നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള നല്ല ഇറച്ചി നമുക്ക് എടുക്കാം. കണ്ടോ, ഇതിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് ആ പാത്രത്തിൽ കിടക്കുന്നത്. കണ്ടോ, നമ്മൾ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലങ്ങനെ ഇറച്ചിയെല്ലാം വൃത്തിയായിട്ട് കഴുകിയെടുത്ത് അതിലേക്ക് മസാലകൾ, അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, അതുപോലെ കുരുമുളക് പൊടിയെല്ലാം ഇട്ടിട്ട് പുരട്ടി, ഉപ്പിട്ട് പുരട്ടി വെച്ചു. അതിന് ശേഷം നമ്മുടെ പാൻ ചൂടായി കഴിയുമ്പോഴത്തേനും കടുക് വറുത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് വഴറ്റണം. അതിനിടയ്ക്ക് നമ്മുടെ പൊടിമോൾ ഓടി വരുന്നുണ്ടായിരുന്നു. ഒരു വശത്ത് ഞാൻ പൊടിമോളുടെ കുറുക്ക് ഞാൻ ആക്കിക്കൊണ്ടായിരുന്നത്. ഒരടുപ്പിൽ കുറുക്കാക്കി, ഒരടുപ്പിൽ ഞാൻ ഇത് ഫ്രൈ ചെയ്യാനും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറുക്കായി. അപ്പം അതേ സമയം തന്നെ നമ്മുടെ ഉള്ളിയെല്ലാം ഒരു ഹാഫ് കുക്കായിട്ട് വന്നു. ആ സമയം ഞാൻ ഈ ഇറച്ചിയും കൂടെ ഇട്ടിട്ട് കറിവേപ്പിലയും അതുപോലെ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ മൂപ്പിക്കാം. ഞാൻ ഇത്രയും, കാരണം ഇറച്ചിയും കൂടെ ഒന്നുകൂടെ മൂത്ത് വരേണ്ടതുകൊണ്ടാണ്. കണ്ടോ, ഒന്നുകൂടെ ഫ്രൈ ആയി വന്നപ്പം കണ്ടോ അതിൻ്റെ കളർ വ്യത്യാസം കണ്ടോ. അപ്പോൾ എല്ലാം കൂടെ കിടന്ന് ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഹാഫ് ഇതിൽ നമ്മൾ ഇറച്ചിയും കൂടി ഇടുന്നത്. അധികം മൂപ്പിക്കാണ്ട് ഞാനിട്ടിരുന്നത്. അപ്പോൾ ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ പിള്ളേരെല്ലാം ഉണ്ടായിരുന്നു കളിക്കാനായിട്ട്. അതുപോലെ നമ്മുടെ വാനരന്മാർ പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. ആ മരത്തിലെല്ലാം കയറിയിരിക്കുന്നുണ്ടോ. നല്ല രസമാണ് അവരെ നോക്കിയിരിക്കാൻ. പക്ഷേ അതുപോലെ ഉപദ്രവമാണ് നമുക്ക് ഇവർ. ഒരു സാധനങ്ങൾ വെച്ചേക്കൂല. നമ്മുടെ ഒരു പച്ചക്കറികളായിക്കോട്ടെ, ഫലവർഗ്ഗങ്ങളായിക്കോട്ടെ ഒന്നും, കാരണം അവർക്കും ഭക്ഷണം കിട്ടാത്തത് കൊണ്ടായിരിക്കാം. അങ്ങനെ പിള്ളേർ കളിക്കുന്ന കണ്ടപ്പോൾ ആദ്യക്കുട്ടനും പൊടിമോളും എല്ലാവരും ഹാപ്പി ആയിരുന്നു. മരുമക്കളുടെ പിള്ളേരുണ്ടായിരുന്നു, അയൽവാസി പിള്ളേരുണ്ടായിരുന്നു. അങ്ങനെയെല്ലാം നല്ലൊരു ഹാപ്പി ഡേ ആയിട്ട് ഇന്ന് പോയി. പൊടിമോൾ നോക്കി കണ്ടോ, ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.